ഹായ്, എല്ലാവരും വിസ്മയാട്ടയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പോലെ തന്നെ ഞാൻ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം രാവിലെ എല്ലാവർക്കും ചപ്പാത്തി ആയിരുന്നു ഇവിടെ. ചപ്പാത്തി ഞാനിങ്ങനെ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ചീനിക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. നമുക്കിതിൻ്റെ ഇതാണ് നമ്മൾ ചീനിക്കിഴങ്ങ് ഞാൻ ചിരണ്ടി കഴിഞ്ഞായിരുന്നു കേട്ടോ, കുളിക്കുന്നതിന് മുന്നേ പോയി ചിരണ്ടിയായിരുന്നു. ഇത് ആ ചീനിക്കിഴങ്ങിൻ്റെ തൊലിയാണ്. ഇത് ഞാൻ ഇത് കണ്ടോ, പിച്ചാത്തി നിങ്ങൾ കണ്ടോ, എൻ്റെ ഹസ്ബൻഡിന് തടിയിലെ വെട്ടുന്ന. അപ്പം മിഷ്യമാളിൻ്റെ ഇത് ചെയിനല്ലേ ഇടി, ഇത് അല്ല ചെയിനല്ലോ ഇതിൻ്റെ അതിന് പറഞ്ഞ ബ്ലേഡ്. ആ ബ്ലേഡ് വെച്ച് ഉണ്ടാക്കിയ പിച്ചാത്തിയാണ്. ഇതുപോലത്തെ 2-3 പിച്ചാത്തിയൊക്കെ പുള്ളി ഉണ്ടാക്കിയത്. ഇതിന് നല്ല മൂർച്ചയാണേ. ഇത് നമ്മൾ ഇത് കണ്ടോ, നല്ല നല്ല സൂപ്പർ മൂർച്ച ഈ സാധനത്തിന്. ഇതുണ്ട്, നല്ല പിച്ചാത്തിയൊക്കെ ഉണ്ടാക്കി 2-3 പിച്ചാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതുപോലത്തെ. അത് വെച്ച് ഞാൻ ഇതെല്ലാം ചിരണ്ടിയിട്ട് ഇത് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കണ്ടിക്കണമെന്നുണ്ട്, പക്ഷേ അത് എനിക്ക് പേടിയാണ്. ഇത് നല്ല മൂർച്ചയുള്ള കത്തി ആയതുകൊണ്ട് എനിക്ക് ശലം പേടിയുള്ളൂ. ഞാനങ്ങനെ എനിക്ക് പേടിയാണ്. ഇത് ഇങ്ങനെ മുറിച്ചാൽ വരുമോ അങ്ങനെ? വേണ്ട വേണ്ട, അത് ചിലപ്പോൾ ചടങ്ങാവും. കൈക്കട്ടെങ്ങനെ കുത്തുപോകും. അത് ഭയങ്കര കട്ടിയായിരിക്കും. ഇതിന് നല്ല കട്ടിയാണ് ഇതിൻ്റെ അകം. നമ്മൾ കപ്പ പോലെയല്ല. ഞാൻ പറയുമ്പോൾ തന്നെ ബലവാ. നല്ല കട്ടി എൻ്റെ അകവേ. ഇത് നമ്മൾ വാങ്ങിച്ച ചീനിക്കിഴങ്ങിന് 60 രൂപ വിലയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചീനിക്കിഴങ്ങിന് എന്നാ വിലയാണ്? ഞങ്ങളുടെ ഇവിടെ കപ്പയ്ക്ക് 40 രൂപ, പിന്നെ ചീനിക്കിഴങ്ങിന് 60 രൂപ. ഇവിടെ ചീനിക്കിഴങ്ങ് എല്ലാവരും ഒന്നും കഴിക്കത്തില്ല. ഇവിടെ അമ്മച്ചിക്ക് ഷുഗറുണ്ടേ, അമ്മച്ചി കഴിക്കത്തില്ല. പിന്നെ ഷുഗറിന് കഴിക്കാമെന്നൊക്കെ പറയുന്നു, എനിക്കറിയത്തില്ല. നിങ്ങളുടെ എവിടെയൊക്കെ ചീനിക്കിഴങ്ങിനും കപ്പയ്ക്കുമൊക്കെ എന്താ വിലയെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ. ചീനിക്കിഴങ്ങ് പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്, പിന്നെ കാച്ചിക്കായ, ചേമ്പ് ഒക്കെ എനിക്കിഷ്ടമാണ് പുഴുങ്ങി തിന്നുന്നത്. ഇത് ഞാൻ ഇത് കഴുകിയിട്ട് ഇത് അടുപ്പേ വെക്കാവേ. ഇതിൻ്റെ ചെറിയ ഉള്ളി നമ്മുടെ മധുരക്കിഴങ്ങിന് കൂട്ടാനായിട്ടുള്ള ചുമന്ന ഉള്ളി കൊണ്ട് നമ്മൾ ചെറിയൊരു മുളക് സമ്മന്തി ഉണ്ടാക്കാൻ പോവാണേ. ഉള്ളി നമ്മൾ റെഡിയാക്കി ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അരിഞ്ഞ് ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളൊന്നും ചേർക്കത്തൊന്നുമില്ല. ഞാൻ മുളക് അധികം കഴിക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ചമ്മന്തി. ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ. നമ്മൾ ശകലം കരിയാപ്പല ഇതിനകത്ത് അരിഞ്ഞിടുവാണേ. ഇതിനകത്ത് കരിയാപ്പല ഇങ്ങനെ അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ അത് കൂട്ടി കരിയാപ്പല പുറത്ത് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ഇല്ല, ശകലം എടുക്കുന്നുള്ളൂ. ഇത് മറ്റേ ഉള്ളി ഇത്രയും മതിയായിരുന്നു, കുറച്ച് ഉള്ളി എടുത്തുള്ളൂ. ഒത്തിരി ഉള്ളി വെച്ച് മുളക് ഉണ്ടാക്കി വെച്ചാലും ആരും കൂട്ടത്തില്ല. കപ്പ പുഴുങ്ങിയതാണ് എല്ലാവരും കഴിക്കും, പക്ഷെ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയത് ആരും പിള്ളേരൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ കഴിക്കത്തില്ലല്ലോ. ഒക്കെ ന്യൂ ജനറേഷനല്ല, നമ്മളൊക്കെ പഴയ ആൾക്കാരില്ലേ. അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഉപ്പിടണം. സ്പൂണെടുക്കാം. ഇതിൻ്റെ വീതി കുറേ സ്പൂണല്ല ഉണ്ട്. ഉപ്പ് ഇത്ര ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഇത് എരിവുള്ള മുളക് പൊടിയാണിത്. മുളക് പൊടി എനിക്ക് ശകലം പേടിയുണ്ട്, അതുകൊണ്ട് ശക്കല മുളക് പൊടി എടുത്തു. ഒത്തിരി മുളക് പൊടി വേണ്ട. ഉപ്പിട്ട് ഇനി വെളിച്ചെണ്ണ ശകലം ഏറെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇച്ചിരി എണ്ണ, ഒരു ശകലം വിനാഗിരി, ഒരളപ്പം.
നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. ഈ ശകലം ഉപ്പും കൂടെ വേണം. അല്ല വേണ്ട. അപ്പം നമ്മുടെ ചീനിക്കിഴങ്ങിനുള്ള സമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടപ്പ് നമുക്ക് ഒന്ന് പൊക്കിയിട്ട് നോക്കട്ടെ ഇത് ആയിട്ടുണ്ടോയെന്ന്. ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് നമുക്ക് കുടഞ്ഞിടാം. അപ്പച്ചെമ്പിൻ്റെ പാത്രത്തിനകത്തോട്ട് കുടഞ്ഞിടാം. അങ്ങനെ നമ്മുടെ ചീനിക്കിഴങ്ങ് പുഴുങ്ങി 1-2 എണ്ണം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് നമ്മൾ പൊളന്നിട്ട് ചെറിയതായത് പോയതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല. അപ്പോൾ നമ്മളിപ്പം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിക്കാൻ നിർത്തിയായിരുന്നു. ഇതിനകത്തൊന്ന് നമ്മൾ ഇങ്ങനെ കോരിയെടുക്കാം. മുളക് ചമ്മന്തി എടുക്കുവാണേ. ഭയങ്കരം ചൂടാണ്. തീയെന്ന് ഒരു തരുമോ ദൈവമേ, എത്രയൊക്കെ തിന്നും തിന്നണം. കിഴങ്ങും മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ചൂടാണേ. കണ്ട ഇത് പക്ഷേ പെട്ടെന്ന് തിന്നാൻ ചില പാടായിരിക്കും. അടിപൊളി, നല്ല മധുരം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം? വേണം ചെയ്ത് തിന്നു. ഉൾപ്പെടാണോ ഉള്ള നീ തന്നെ പോവും. എൻ്റെ വിൻസുകൂട്ടനാണ് ഇത്. ഇതാണ് നമ്മുടെ വിൻസുകൂട്ടൻ. എൻ്റെ ഇളയ മകനാണേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് കാണിച്ചായിരുന്നു. ഈ പ്രാവശ്യം ഇവിടെ അഭിപ്രായമാണ്. നമുക്ക് പേടിയുണ്ട് കേൾക്കാൻ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ചീനിക്കിഴങ്ങ് നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ മുളകൊക്കെ ഇങ്ങോട്ട് പേരട്ടിയിട്ട് അടിപൊളി സാധനം. ഇവിടെ കഴിക്കാവേ. ഇവിടെ കഴിച്ചിട്ട് കാര്യം പറയാവേ. എടി ഇതൊക്കെ കഴിക്കണോടി. ഇതൊക്കെ അടിപൊളി സാധനം. അതായത് നിങ്ങളെ ഇപ്പോഴത്തെ ബിരിയാണി എന്നെ കുഴിമന്തിയോ അതിനൊക്കെ എന്താ നല്ല സാധനം ഇതെന്നറിയോ. അടിപൊളി. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. എൻ്റെ തയ്യലിൻ്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ നല്ലതായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ആണ് ഇല്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കൂടെ കണ്ടേക്കണം കേട്ടോ. ഓക്കെ.